ഹലോ വെൽക്കം ബാക്ക് ടു പൊന്നൂസ് കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓവനില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ശരിക്കും മാക്സിമം എല്ലാ കേക്കിനും ചോക്ലേറ്റ് കേക്കിന് എല്ലാത്തിനും ബേസിക്കായിട്ട് ഈ കേക്കാണ് നമ്മൾ ഈ ഒരു സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഞാനിവിടെ ഒരു ചുവട് കെട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഉപ്പായതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നിറം മങ്ങിയിരിക്കുന്നത്. അതിൻ്റെ പുറത്തേക്ക് ഒരു റിങ് നമ്മളൊന്ന് വെച്ച് കൊടുക്കുവാണ്. ഒരു സ്റ്റീലിൻ്റെ അടപ്പോ എന്തെങ്കിലും ഒന്ന് ആ ഉപ്പിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. എന്നിട്ട് നമ്മളിതൊരു അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഓവന് കണക്ക് ഇത് ജസ്റ്റ് ഒന്നൊരു 10 മിനിറ്റ് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഈ സമയം കൊണ്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ട്രേയിലേക്ക് നമ്മൾ ജസ്റ്റ് കുറച്ചൊരു ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സാധാരണ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ജസ്റ്റ് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതേ കണക്ക് നമ്മളൊരു ചുവട് കെട്ടിയുള്ള ഒരു ദോശക്കല്ലോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെയും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വേറെ കേക്കിൻ്റെ റെസിപ്പി ചെയ്ത വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ മെത്തേഡ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അടുത്ത് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ബട്ടർ തേച്ച് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പറിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ A4 ഷീറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ബട്ടർ പേപ്പർ മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് എല്ലാ ഭാഗത്തേക്കും മാക്സിമം ഒന്ന് നന്നായിട്ട് വെച്ച് കൊടുക്കട്ടെ. ഇതേപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കുവാണ്. അടുത്ത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസുകൾ നമ്മളൊന്ന് അരിച്ചെടുക്കണം. അതിന് ഞാനൊരു പ്ലേറ്റും അതിൻ്റെ പുറത്തേക്ക് അരിപ്പയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അറൗണ്ട് ഒരു 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ആദ്യം. അപ്പോൾ ആ മൈദ നമ്മൾ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അടുത്ത ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അളവ് കോൺ സ്റ്റാർച്ച് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആവാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഒരു നുള്ളു ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം അളവ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം അളവ് ബേക്കിംഗ് പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കറക്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തപ്പോഴേക്കും പെർഫെക്റ്റ് ആയിരുന്നു. എന്നിട്ട് ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഒരു 2-3 വട്ടം മാറി മാറി ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഞാനിതൊരു 3 വട്ടം നന്നായിട്ടൊന്ന് അരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അടുത്ത് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക കേട്ടോ. ഒട്ടും നനവ് പാടില്ല. ഒട്ടും ഈർപ്പമില്ലാത്ത ബൗളിലേക്ക് നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് 4 മുട്ടയാണ് കേട്ടോ. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ച് നമ്മൾ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഈ മുട്ട വേണമെങ്കിൽ നമുക്ക് ഹാൻഡ് വിസ്ക് ഉണ്ടല്ലോ, ഹാൻഡ് വിസ്ക് കൊണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് പതപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉള്ളത് കാരണം ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഹാൻഡ് വിസ്കാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുന്ന സമയം കൊണ്ട് പിന്നെ പഞ്ചസാര പൊടിക്കാതെ ചേർത്തിട്ട് നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും. ഞാനിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര ആവാം കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റ് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. 1/4 കപ്പിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നു. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. മെഷറിങ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഗ്ലാസ് എടുത്താൽ മതി. ആ ഗ്ലാസ് വെച്ചിട്ട് നിങ്ങൾ മെഷർ ചെയ്തെടുത്താൽ മതി ഞാൻ പറഞ്ഞ അളവുകളെല്ലാം. അപ്പോൾ ഇതേ ഇങ്ങനെ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടെക്സ്ചർ കിട്ടാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാൻഡ് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഇതിനേക്കാളും കുറച്ചൊരു യെല്ലോയിഷ് കളർ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി അടുത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. കോക്കനട്ട് ഓയിൽ ഒന്നും എടുക്കരുത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ എടുക്കാവുന്നതാണ്. ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതിയാവും. അടുത്ത് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം അളവ് മതിയാവും. ഞാൻ ആ അടപ്പ് കൊണ്ട് ഒരു 1.5 അടപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. 1 സെക്കൻഡ് ഒന്ന് ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഓയിൽ ഒഴിച്ചിട്ട് അധികം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കാതിരിക്കുക.
അപ്പോൾ അതേ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഡ്രൈ ആയിട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മാവൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചിലോ ഉണ്ടോ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ തൽക്കാലം എളുപ്പത്തിന് വേണ്ടി ഈ ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഓവർ ബീറ്റിംഗ് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ആദ്യം ഇങ്ങനെ മാവെല്ലാം പെട്ടെന്ന് ഇലക്ട്രിക് ബീറ്റർ വയ്ക്കുകയാണെങ്കിൽ മാവെല്ലാം ഇങ്ങനെ തെറിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ആദ്യം അതിൻ്റെ ആ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ മാവ് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതേ അപ്പോൾ നമ്മുടെ ബാറ്റർ ഞാൻ എല്ലാ മാവും മിക്സാക്കി. ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 2 ടേബിൾ സ്പൂൺ പാൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ടെക്സ്ചറിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിലേ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാറ്റർ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മളെല്ലാം നന്നായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതെടുത്ത് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ട് അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കറക്കി കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഓവൻ ഇതേ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഓവൻ എന്ന് പറയുന്നത് നമ്മുടെ ചൂട് കെട്ടിയുള്ള ഒരു പാത്രവും ഉപ്പുമാണ്. അത് അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ആ ബാറ്റർ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഫ്ലെയിം വന്നിട്ട് ലോയിൻ്റെയും മീഡിയമിൻ്റെയും ഇടയിലിരുന്നാൽ മാത്രം മതി, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. എന്നിട്ട് കറക്റ്റായിട്ടുള്ള ഒരു നല്ലൊരു ലിഡ് കൊണ്ട് അടച്ച് വെക്കുകയാണ്, ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാൻ ഇടികല്ലിൻ്റെ ആ വെയിറ്റ് ഒന്ന് എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 40 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് പെർഫെക്റ്റായിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ദേ 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതാ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പപ്പടം കുത്തിയോ എന്തെങ്കിലും കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. കണ്ടോ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ആ ടൂത്ത് പിക്കിലൊന്നും ആയിട്ടില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ദേ അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട് കണ്ടോ. ഈ സൈഡിൽ നിന്നൊക്കെ ജസ്റ്റ് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് വിടുവിച്ച് കൊടുക്കുക. എന്നിട്ടൊരു പ്ലേറ്റ് ഒന്ന് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കമിഴ്ത്തി കൊടുത്ത് ഒരു 2-3 ടാപ്പ് അടിച്ച് കൊടുത്താൽ മാത്രം മതി, ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്ക് അതിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇനി ആ സൈഡിലൊക്കെ ഉള്ള ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് കേക്കിൻ്റെ സോഫ്റ്റ്നെസ് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. കണ്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ശരിക്കും ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ചായയോടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഈ ഒരു കേക്ക് മാത്രം മതി. കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് വെച്ച് നമുക്ക് പലവിധ ഷേപ്പിലും നമുക്ക് ചോക്ലേറ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.